എന്താണ് വിശ്വാസമെന്ന് തിരുവചനം പറയുന്നത് പോലെ തന്നെ എപ്രകാരമുള്ള വിശ്വാസമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും തിരുവചനം പറയുന്നു. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന സംശയം നമ്മളിലെല്ലാവരിലും വരാറുണ്ട്. എന്നാൽ അതിനുള്ള കാരണം എന്തെന്ന് തിരുവചനം വ്യക്തമായി തന്നെ പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. സംശയത്തോടു കൂടിയാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുന്നതെങ്കിൽ നമ്മുടെ യാചനകളെ ദൈവം സ്വീകരിക്കില്ല എന്ന് വ്യക്തമായി തന്നെ ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണമെന്ന് പറയുമ്പോഴും സംശയിക്കുന്നവന് കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുതെന്നും വളരെ വ്യക്തമായി തന്നെ ദൈവം നമ്മളോട് പറയുന്നു. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പത്രോസ് വെള്ളത്തിന് മീതെ നടന്നതായി നാം കാണുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി സംശയം കൂടാതെ വിശ്വാസത്തോടു കൂടി പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ വെള്ളത്തിന് മീതെ കൂടെ പത്രോസിന് നടക്കുവാൻ സാധിച്ചു. എന്നാൽ ഒരു നിമിഷം കർത്താവിൻ്റെ മുഖത്തിൽ നിന്ന് തൻ്റെ കണ്ണുകളെ ഒന്ന് മാറ്റിയപ്പോൾ ഒരു ചെറിയ അവിശ്വാസം, ഒരു ചെറിയ പേടി തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ പത്രോസ് മുങ്ങി താന്നതായി നാം കാണുന്നു. മുങ്ങി താഴുന്ന പത്രോസ് കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചപ്പോൾ യേശു കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. പത്രോസിനോട് പറഞ്ഞത്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്നാണ്. വിശ്വാസത്തോടു കൂടി ആയിരുന്നെങ്കിൽ, അല്പം പോലും സംശയം കൂടാതെ ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഇരുന്നെങ്കിൽ പത്രോസിന് വെള്ളത്തിൽ കൂടെ നടക്കുവാനും മുങ്ങിപ്പോകാതിരിക്കുവാനും സാധിച്ചേനെ. എന്നാൽ ഒരു നിമിഷത്തേക്ക് കർത്താവിൻ്റെ മുഖത്തിൽ നിന്ന് തൻ്റെ നോട്ടത്തെ ഒന്ന് മാറ്റിയപ്പോൾ മുങ്ങിത്താഴുന്ന അവിശ്വാസത്തിലേക്ക് ആണ്ടുപോയതായി നാം കാണുന്നു. അവിടെയും ദൈവം പറയുന്നത്, നീ എന്തിനു സംശയിച്ചു എന്നാണ് ചോദിക്കുന്നത്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം തൻ്റെ വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ പോലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മുറുകെ പിടിച്ചതായി നാം കാണുന്നു. നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ആകുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെങ്കിൽ അബ്രഹാം മുറുകെ പിടിച്ചതായി നാം കാണുന്നു. തൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്ന് സംശയിക്കാതെ, ദൈവത്തോട് മറുത്തൊരു ചോദ്യം പോലും ചോദിക്കാതെ ആ വാഗ്ദാനത്തെ പൂർണ്ണ വിശ്വാസത്തോടെ സ്വീകരിച്ച് അത് നേടിയെടുത്തതായാണ് നാം തിരുവചനത്തിൽ കാണുന്നത്. അപ്രകാരം നേടിയെടുത്ത തൻ്റെ മകനെ ബലിയാക്കുവാൻ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചപ്പോൾ പോലും മറുത്തൊരു വാക്ക് ചോദിച്ചതായി നാം കാണുന്നില്ല. സംശയത്തിൻ്റെ ഒരു ദൃഷ്ടി പോലും തൻ്റെ ഉള്ളിൽ പതിക്കാതെ, എനിക്ക് തലമുറയെ ദാനമായി നൽകിയ എൻ്റെ ദൈവം ഈ തലമുറയെ എന്നിൽ നിന്ന് എടുത്ത് കളയില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അബ്രഹാം അതിനെ ഏറ്റെടുത്തതായി നാം കാണുന്നു. തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യവും ചോദിക്കാതെ തൻ്റെ മകനുമായി ബലിയർപ്പിക്കുവാൻ തന്നെ പുറപ്പെട്ടതായി നാം കാണുന്നു. ബലിക്കുള്ള കുഞ്ഞാട് എവിടെയെന്ന് തൻ്റെ മകൻ ചോദിക്കുമ്പോഴും അതിനെ ദൈവം കരുതിക്കോളുമെന്ന പൂർണ്ണ വിശ്വാസത്താലുള്ള ഒരു ഉത്തരം അബ്രഹാം പിതാവിൽ നിന്ന് വന്നതായി നാം കാണുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു സംശയത്തിൻ്റെ നിഴല് പോലും വരാതെ പൂർണ്ണമായി എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ് അബ്രഹാം. അതവന് നീതിയായി കണക്കിട്ടു എന്ന് തിരുവചനം പറയുന്നു. അതേ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് അബ്രഹാം പിതാവിനെ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെ യാചിക്കുമ്പോൾ യാതൊരു തരത്തിലും സംശയദൃഷ്ടി ഇല്ലാണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അതെന്തുമാകട്ടെ ദൈവം നമുക്കത് സാധിച്ചു തരും. വിശ്വാസമുണ്ടെന്ന് പറയുകയും സംശയത്തിന് നിഴൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും കൂടെ ചെയ്താൽ അത് ലഭിക്കുകയില്ലെന്ന് കർത്താവ് നമ്മളോട് വ്യക്തമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി യാതൊരു സംശയവുമില്ലാതെ നമ്മുടെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണെന്ന് ദൈവം നന്നായി തന്നെ അറിയുന്നു. ഈ ലോകത്തിലെ പിതാവ് നമ്മുടെ ആഗ്രഹങ്ങളെ നൽകി തരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ
തീർച്ചയായും നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചവനായ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നമ്മുടെ ആവശ്യങ്ങളെന്ന് കണ്ട് നമുക്ക് നൽകി തരുവാൻ മതിയായവനാണ്.